ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നരിവേട്ട ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം നൽകുന്ന റെസ്പോൺസാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമയ്ക്കും ആ സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്ത ആൾക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. സിനിമ കാണുകയും ആ സിനിമ നല്ലതാണെന്ന് പറയുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. തീർച്ചയായിട്ടും ഈ സിനിമ, ഇങ്ങനൊരു സിനിമ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ വേർഡ് ഓഫ് മൗത്ത് തന്നെയായിരുന്നു. ആ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് സിനിമയ്ക്ക് ഗുണകരമായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഹലോ നേഹ എയർ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഞങ്ങൾ തരംഗത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നതാണ്. മനീഷ് നാരായണൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ മനീഷേട്ടാ, ഹായ്, വാട്സാപ്പ്. അമർജിത്ത് ഖാൻ ചോദിച്ചു, ഹലോ അമർ എന്ന് പറയാമോ? ഹലോ അമർ, ഹലോ ഹായ്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ ഇറങ്ങിയ സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളതിന് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു. അതിന് ഒരുപാട് നന്ദി. ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അതിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷവാന്മാരാണ്. അതിൽ നന്ദി എല്ലാവരോടും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കറന്റ്ലി നാട്ടിലേക്ക് എത്താൻ പറ്റിയിരുന്നില്ല. പക്ഷെ സിനിമയുടെ റിലീസിന്റെ അന്ന് തന്നെ ആദ്യത്തെ ഷോ തന്നെ കണ്ട് അത് കഴിഞ്ഞ് തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇതിന്റെ സിനിമയിലെ ടീമിലെ എല്ലാവരും. വിപിൻ ഹായ് പറയുന്നു. ഹലോ വിപിൻ, ഹായ് പറയുന്ന എല്ലാവർക്കും തിരിച്ചും ഹായ്. താങ്ക് യു. സംയുക്ത സമായു, എനിക്ക് വായിക്കാൻ പറ്റുള്ള പേര്. ഇൻ ലവ് വിത്ത് യുവർ ന്യൂ മേക്ക് ഓവർ ലുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ അപ്പോൾ എന്താണ് ബേസിക്കലി അത് ആ ഒരു സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കോളിന്റെ ഒരു ഉദ്ദേശം, ഈ ഒരു ലൈവ് വന്നതിന്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവിടെ എനിക്ക് പ്രേക്ഷകരോടൊപ്പം വരുന്ന ബ്രിസ്ബെയിനിൽ ഇവിടെ ഒരു ഷോ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ഷോയില് ഭയങ്കര രസമുള്ള റെസ്പോൺസ് ആയിരുന്നു. കലക്കൻ അഭിപ്രായങ്ങൾ ആൾക്കാർ സിനിമ കണ്ടിട്ട് പറഞ്ഞു. അതും ഒരു പരിധി വരെയെങ്കിലും നാട്ടിൽ സിനിമ കാണാൻ പറ്റാത്തതിന്റെ ഒരു മിസ്സിങ് മാറാനായിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അത് കുറെ പേര് മഴ ഉണ്ടോ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ മഴയില്ല. നാട്ടിൽ നല്ല മഴയാണെന്ന് കേട്ടു. ഞാൻ നാട്ടിലേക്ക് അടുത്ത ആഴ്ച തന്നെ എത്തുന്നതായിരിക്കും മഴ കാണാൻ. സമർത്ഥ്, ലവ് ഫ്രം കർണാടക. താങ്ക് യു. തിരിച്ച് ലവ് ഫ്രം കേരള. ടോവി എന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഞാനൊരു വെക്കേഷന്റെ ഭാഗമായിട്ട് കറക്കത്തിലാണ്. ആ കറക്കത്തിന്റെ ഇടയ്ക്ക് ആണ് നമ്മള് നരിവേട്ട റിലീസായിട്ട് ഇന്നലെ മുഴുവൻ ഈ കറക്കമൊക്കെ നിർത്തിവെച്ച് ഞാൻ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനെപ്പറ്റി ആളുകൾ പറയാൻ കുറേ പേര് വിളിച്ചു, കുറേ പേര് മെസ്സേജ് അയച്ചു. എന്താ പറയാ, ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന സമയത്ത്, ഇതിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഡിസ്കസ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു, ഇങ്ങനെ ഇത്രയൊരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. അങ്ങനെ അരുൺ സുഗതൻ പൊളിച്ചുടാണ്. ഓക്കെ, താങ്ക് യു. നരിവേട്ട സൂപ്പർ പറയുന്നത്. താങ്ക് യു. ലവ് ഫ്രം ചൈന. ഓക്കെ, ലവ് ഫ്രം ഓസ്ട്രേലിയ കിടക്കട്ടെ. അപ്പോ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു ദിവസമായിട്ട് ഇന്നലെ മാറി. അത് ആ ഒരു സബ്ജക്റ്റിനോട് പരമാവധി നീതി പുലർത്താനായിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി തന്നെയായിരുന്നു ശ്രമം. നമുക്ക് ഈ മറന്നുപോയ കാര്യങ്ങൾ നമുക്കിതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ മറന്നുപോയ പല കാര്യങ്ങളെയും ഓർമ്മിപ്പിക്കാനും അത് ചർച്ചയാക്കുവാനും അതിൽ മൂലം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുവാണെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ടോബി, വിച്ച് കൺട്രി യു ആർ അറ്റ് നൗ? ഐ മീൻ ഓസ്ട്രേലിയ. ഓക്കെ, എന്നാ ഇനി നാട്ടിലേക്ക്? ഇത് തീർന്ന ഉടനെ നാട്ടിലേക്ക് വരും. നാട്ടിൽ വന്നിട്ട് ഇനി സിനിമകൾ ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ചെണ്ണം.
ഞാനൊരു 1-ാം തീയതി രാത്രിയൊക്കെ ആയിട്ട് 2-ാം തീയതി ആകുമ്പോഴത്തേക്കും നടത്തും. ബിജോയ് നമ്പ്യാർ, ഈസ്റ്റ് ഓർ വെസ്റ്റ്? വിനോസ് ദ വെസ്റ്റ്. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. സഞ്ജു ശിവറാം, ടൊബി ബോയ് is getting better and better. Oh, thank you bro, thank you. ഷാഡോ ഗേൾ AMZ, come to Scotland. വരാം, വെരി സൂൺ, വെരി സൂൺ. മർസ, തൃശൂർ വീട്ടിന്റെ അടുത്താ ഞാൻ. ഓക്കെ, നൈസ്. നാട്ടിലെത്തിയിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് വായു എന്നാണ് ശ്രീഹരി പറഞ്ഞിരിക്കുന്നത്. വരാട്ടോ, വരാം. പിന്നെന്താണ്, ലോട്ട്സ് ഓഫ് ലവ് ഫ്രം മലയാളീസ് ഫ്രം അഹമ്മദാബാദ്, ഗുജറാത്ത്. ഓക്കെ, നൈമ പ്രവീൺ. ഓക്കെ, തിരിച്ചും അഹമ്മദാബാദിലുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും സ്നേഹം. കണ്ണൻ, ഇരിങ്ങാലക്കുടക്കാരനായതിൽ അഭിമാനം ടോബി. അതെ, തീർച്ചയായിട്ടും എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇരിങ്ങാലക്കുടക്കാരനായതിൽ. റോളക്സ്, മരണമാസിൽ ക്യാമിയോ പൊളിച്ചായിരുന്നു കേട്ടോ. താങ്ക് യു. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ചെലവൊന്നുമില്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ പ്രൊഡ്യൂസർ. അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ വലിയ ചെലവില്ലാത്ത കാര്യമായത് കാരണം കൊണ്ട് താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച്. തേങ്ങാക്കൊല മീഡിയ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് ഫിലിംസ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ടൊവിനോ തോമസ് 777, ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അയക്കുകയാണ്. ലവ് ഫ്രം ആന്ധ്രാപ്രദേശ്, തിരിച്ച് ലവ് ഫ്രം കേരള. ഓക്കെ, സുഖമാണോ അളിയ എന്നാണ് രാംലാൽ അലി ചോദിച്ചിരിക്കുന്നത്. സുഖമാണ്, സന്തോഷമാണ്. പ്രത്യേകിച്ച് സിനിമ ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായവും. പ്രൊഡ്യൂസറും വളരെ ഹാപ്പിയാണ്, ഡയറക്ടറും വളരെ ഹാപ്പിയാണ്, വീട്ടിൽ വർക്ക് ചെയ്ത എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനത്തെയൊക്കെ ഒരു സമയത്ത് സുഖവും സന്തോഷവും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഭയങ്കര ഹാപ്പിയാണ്. ഡ്രസ്സ് കൊള്ളാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. RD4NAND ആനന്ദാണ്. ഓക്കെ, താങ്ക് യു. ലവ് യു ഫ്രം തെലുഗു സ്റ്റേറ്റ്സ്. തിരിച്ചും എന്റെ ലവ് ഫ്രം കേരള. ആരഭി, ഏട്ടൻ കോഴിക്കോട് വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോന്ന്? ഇഷ്ടം പോലെ. ഞാൻ എത്രയോ സിനിമ കോഴിക്കോട് ഷൂട്ട് ചെയ്തേക്കുന്നു. അപ്പോഴൊക്കെ കോഴിക്കോട് വന്നിട്ട് ഞാൻ അവിടെ ഇഷ്ടം പോലെ ഭക്ഷണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി വണ്ണം കൂടും. നിഹാൽ, ചേട്ടായി ഒരു ഉമ്മ തരുമോ പ്ലീസ്? ഉമ്മ തരാലോ. എപ്പോഴെങ്കിലും നേരിൽ കാണാൻ പറ്റുമോ? നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴെങ്കിലും നേരിൽ കാണാൻ പറ്റും. സായി സുസ്മാൻ, എപ്പോഴെങ്കിലും നേരിൽ കാണാൻ തീർച്ചയായിട്ടും പറ്റട്ടെ. ലവ് ഫ്രം ജപ്പാൻ, എടാ കൊള്ളാലോ പരിപാടി. എന്നാൽ ലവ് ഫ്രം അന്റാർട്ടിക്ക കിടക്കട്ടെ തിരിച്ച്. കൊണാത പോഡ്കാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടാ നിങ്ങൾ പറയും. ഹൗ വാസ് യുവർ തമിഴ്നാട് കോളേജ് ജേർണി? ഐ എം യുവർ ECA ജൂനിയർ. virus.yt. ഓക്കെ, നൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നു. എഞ്ചിനീയർ ആയില്ല. ന്യൂ ഫിലിം ഒരു ചാൻസ് തരുമെന്ന്. ഞാനല്ല അതിന്റെ ആള്, ഇന്ദ്രജിത്ത്. ഞാനല്ല അതിന്റെ ആള്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ശ്രമിക്കണം. ഡയറക്ടേഴ്സാണ് പ്രധാനമായിട്ടും അങ്ങനത്തെ കാസ്റ്റിങ്ങിലൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഞാനല്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ എപ്പോഴെങ്കിലും നമുക്കൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഐ എം നോട്ട് ഹേമന്ത്. ലുക്ക് കൊള്ളാം. താങ്ക് യു സോ മച്ച്. സൂര്യനാരായണൻ, എന്താടാ? ഓക്കെ. ജയഗീത് നമ്പ്യാർ, ഒരു ഹായ് പറയാമോ ഏട്ടാ? ഹലോ ജയഗീത്, ഹായ്. അങ്ങനെ എല്ലാവരും സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നോടും എനിക്കും അത് പേഴ്സണലി അറിഞ്ഞാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ സിനിമ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സിനിമ കാണാത്ത മറ്റേ ആൾക്കാരോട് പറയണം. അത് മറ്റൊന്നും കൊണ്ടല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. മാത്രമല്ല ഈ സിനിമ കുറച്ച് എന്താ പറയാ, നല്ല പ്രേക്ഷകരെ ഡിസേർവ് ചെയ്യുന്നൊരു സിനിമയാണ്, അനുഭവത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഇതിന്റെ ഞാനത് തീരുമാനിക്കുന്നതല്ല, എനിക്കങ്ങനെ തോന്നാൻ കാരണം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ കിട്ടിയിട്ടുള്ള റെസ്പോൺസിൽ നിന്നാണ്. അപ്പൊ ആ റെസ്പോൺസ് കുറച്ചും കൂടെ കൂടുതൽ ഞാനറിയുന്ന പോലെ ഈ സിനിമയെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ മറ്റുള്ള ആൾക്കാരും അറിയട്ടെ, എല്ലാവർക്കും ഈ സിനിമ കാണാൻ സാധിക്കട്ടെ, കാണുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. ജേക്കബ് JR, അങ്കമാലിക്ക് വരണ്ടോ, നല്ല മാങ്ങാക്കറി വാങ്ങിത്തരണ്ട. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കും നല്ല മാങ്ങാക്കറി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. ആദിത്യ വിഷ്ണു എനിക്ക് ഹായ് തന്നില്ല, എന്നാ പിടിച്ചൊരു ഹായ്. അൽവിൻ റോയ്, അതേ പടം അടിപൊളി തന്നെ, ഇനിയും ഇതുപോലത്തെ മൂവീസ് വേണം. തീർച്ചയായിട്ടും താങ്ക് യു. ഇങ്ങനെയുള്ള അപ്രിസിയേഷനാണ് ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം. ന്യൂ മൂവി കണ്ടു, അടിപൊളിയായിരുന്നു എന്നാണ് ഇത് മെസ് ബോയ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഹായ് പറയുന്നു കുറെ ആൾക്കാർ, എല്ലാവർക്കും തിരിച്ച് ഹായ് 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 ഹായ്. DIY അശ്വിൻ, യോ ബേസിൽ എവിടെ? ബേസിലിന്റെ വീട്ടില്. ജിജു പൊന്നച്ചൻ, ഹായ് ടു യുനു. ഹലോ ജിജു, ഹായ്. അപ്പൊ അങ്ങനെ അപ്പോൾ ബേസിക്കലി ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. പറഞ്ഞ് ഒന്ന് നന്ദി രേഖപ്പെടുത്തണം, സന്തോഷം പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിനിമ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കും നന്ദി, ഒരുപാട് സ്നേഹം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടുന്ന റെസ്പോൺസസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക, കണ്ട് ആസ്വദിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.